നമസ്കാരം. നല്ലൊരു വിഷുവായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടക്കാം. ഇന്ന് വിഷുവാണ്. നിങ്ങളെല്ലാവരും അടിപൊളിയായിട്ട് വിഷു ആഘോഷിക്കുക. അപ്പോൾ വിഷുവിന് എന്ത് വീഡിയോ ഇടണം എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ഇത് സിനിമയുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞു, 3 സിനിമയുടെയും കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്നിപ്പോൾ എന്തായാലും അഭിഹിതത്തിൻ്റെ വീഡിയോ എന്തായാലും വിഷുവായിട്ട് വേണ്ട എന്നും തീരുമാനിച്ചു. എന്തായാലും നിങ്ങളെ വിഷയമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബർക്ക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കണ്ടേന്ന് വിചാരിച്ചപ്പോൾ നമ്മൾക്ക് ഓർമ്മ വന്നത് ഒരു അമ്മയുടെയും മകൻ്റെയും മുഖമാണ്. ആരാണ്? നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോൻ്റെ ഭാര്യയുടെ മുഖമാണ് നമുക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ആ ചാക്കോൻ്റെ ഒരു മകനുണ്ട്, അതിപ്പോൾ വലുതായി, ആളുടെ മുഖമാണ് ഓർമ്മ വന്നത്. നമ്മുടെ കേരള പോലീസിന് നാണക്കേടിൻ്റെ ഒരു അധ്യായമാണ് സുകുമാരക്കുറുപ്പ്. ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ പോലീസ് എത്രയൊക്കെ അഹങ്കരിച്ചാലും എത്രയൊക്കെ കേസുകൾ തെളിയിച്ചാലും സുകുമാരക്കുറുപ്പ് എന്ന് പറഞ്ഞ് ഇത്രയും ഭീകരമായിട്ട് ഒരാളെ കൊന്ന അദ്ദേഹത്തിനെ പിടിക്കാൻ കഴിയാത്ത നമ്മുടെ കേരള പോലീസിനെ എന്നും അതൊരു കറുത്ത ഏടായിട്ട് തന്നെ നിലനിൽക്കും. എന്നിട്ട് അവസാനം പോലീസ് പറഞ്ഞത് എന്താ? സുകുമാരക്കുറുപ്പ് മരിച്ചു, അദ്ദേഹം പിച്ച തെണ്ടിയിട്ട് അവസാന കാലം അയാൾ പിച്ച തെണ്ടിയിട്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഒരു ഭിക്ഷക്കാരനായിട്ട് മരിച്ചു എന്നാണ് പറയണത്. നമ്മൾ വിശ്വസിക്കണം? അതൊക്കെ നമ്മൾ വിശ്വസിക്കില്ല. ഈ പോലീസിന് ഇപ്പോൾ സുകുമാരക്കുറുപ്പിനെ കിട്ടാണ്ടിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചാക്കോ വധക്കേസ് നടക്കുന്ന സമയത്ത് ഇവിടെ CCTV ഇറങ്ങിയിട്ടില്ല, മൊബൈൽ ഫോണില്ല. അതുകൊണ്ട് സുകുമാരക്കുറുപ്പിനെ പിടിയും കിട്ടിയില്ല. ഇന്നത്തെ കാലത്താണ് സുകുമാരക്കുറുപ്പ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 1, 2, 3 എന്ന് പറയുമ്പോഴേക്കും പോലീസുകാർ പിടിച്ചേനെ. അപ്പോൾ അതിന് വലിയ പോലീസ് ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. ഈ കള്ളന്മാർ എത്ര തന്നെയായാലും ഒരു ഫോണിൽ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെടും, അത് ഇവർ കണ്ടെത്തുകയും ചെയ്യും. പിന്നെ ലോകം മുഴുവൻ CCTV, സകല സ്ഥലത്ത് പോയി CCTVയുടെ ഇത് പരിശോധിച്ചാൽ മതി. ഏതിലൊക്കെ പോയി എങ്ങനെയൊക്കെ പോയി എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പിന്നെ അന്നത്തെ കാലത്ത്, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, അന്നത്തെ കാലത്ത് ഒരു കൊല നടത്തിയിട്ട് ഇദ്ദേഹം വിദേശത്തേക്ക് കടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻ്റർപോൾ കുറേ അന്വേഷണങ്ങൾ നടത്തി. അതിനൊന്നും ആവശ്യമില്ല. ഇങ്ങനൊരു കൊല നടത്തിയൊരു വ്യക്തിക്ക് ഏത് എയർപോർട്ട് വഴി വിദേശത്തേക്ക് കടക്കാൻ പറ്റും? കപ്പൽ വഴി നടക്കാൻ പറ്റുമോ? ഇനിയിപ്പോൾ കടലിൽ നീന്തി പോകാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർപോൾ ഇവിടെയൊക്കെ അന്വേഷിച്ചിട്ടും അവിടെ നിന്നും പിടികിട്ടിയില്ല. അപ്പോൾ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. അന്നത്തെ കാലത്ത് ഒരു ക്രൈം നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ഇന്ത്യ തന്നെയാണ്. ഒരാൾക്ക് പോലും പിടികിട്ടില്ല. പിന്നെ സുകുമാരക്കുറുപ്പ് പ്ലാസ്റ്റിക് സർജറി നടത്തി നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അയാൾ ഒരു പ്ലാസ്റ്റിക് സർജറി നടത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇത് നടക്കുന്ന കാലത്ത് പ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ സാധനമൊക്കെ വല്ല വിദേശത്ത് മാത്രമേ ഉള്ളൂ, നമ്മുടെ രാജ്യത്തൊന്നും എത്തിയിട്ട് തന്നെ ഇല്ല. നമ്മുടെ രാജ്യത്തൊന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. മുഖത്തൊക്കെ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് മുഖം മാറ്റാമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അതും നടക്കില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതൊക്കെ ഏത് ഹോസ്പിറ്റലിൽ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അന്നത്തെ കാലത്തുള്ള ഹോസ്പിറ്റലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പോലീസിന് വളരെ എളുപ്പമാണ്. പോലീസ് ആ വഴിക്കൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും. ഇതിപ്പോൾ ക്രൈം ബ്രാഞ്ച് അന്വേഷിച്ചു, നമ്മുടെ ലോക്കൽ പോലീസ് അന്വേഷിച്ചു, അതുപോലെ തന്നെ ഒരുപാട് പോലീസുകാർ ഇതിലൊക്കെ അന്വേഷിച്ചിട്ട് ഇത്രയും കൊല്ലം ആയിട്ട് ഇപ്പോഴും സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സുകുമാരക്കുറുപ്പ് ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഒരു 76 വയസ്സായിട്ടുണ്ടാവും. ഒരു 76 വയസ്സൊന്നും ഒരു പുരുഷായുസിൽ മരിക്കാനുള്ള കാലയളവൊന്നുമല്ല. സുകുമാരക്കുറുപ്പ് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു, അതൊരു സത്യമാണ്. പക്ഷേ സുകുമാരക്കുറുപ്പ് എവിടെ വെച്ചാൽ മരിച്ചേ? സുകുമാരക്കുറുപ്പ് ഇവിടുന്ന് പോയതിന് ശേഷം എന്താ ഉണ്ടായേ? ഇതാണ് നമ്മൾ പറയണത്. സുകുമാരക്കുറുപ്പിൻ്റെ വലിയൊരു വീടുണ്ട്. ആ വീട് പണിക്ക് കാശില്ലാണ്ടാണ് അദ്ദേഹം ഈ പണിയൊക്കെ ചെയ്തത്. ആ വീട് ഇപ്പോൾ ഗവൺമെൻറ് കണ്ടു കിട്ടിയിരിക്കുക. അതിപ്പോൾ അവിടെ ആ പണി തീരാത്തൊരു വീടായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. കാടും പിടിച്ച് മടലും പിടിച്ച് അവിടെയൊക്കെ ഇപ്പോൾ ആട്ടങ്ങളെയും പശുക്കളെയൊക്കെയാണ് കൊണ്ട് കെട്ടണത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അതുപോലെ തന്നെ സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ എപ്പോഴും ഉണ്ട്. ഭാര്യ അവരായിട്ട് വിളിക്കുന്നവരോടൊന്നും ആരും സുകുമാരക്കുറുപ്പായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ അവരെ ജീവിതം കൊണ്ട് നടക്കണം. അതുപോലെ തന്നെ ചാക്കോ മരിച്ചതിന് ശേഷം ചാക്കയുടെ ഭാര്യയും മകനും അവരെ ജീവിതം കൊണ്ട് നടക്കണം. ഇതിനെക്കുറിച്ച് 2 സിനിമ ഇറങ്ങി. ആദ്യം ഒരു സിനിമ ഇറങ്ങി, ഇപ്പോൾ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ ഇറങ്ങി. അപ്പോൾ രണ്ടിലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സിനിമയാണ് ഏറ്റവും ബെറ്റർ. ദുൽഖർ സൽമാൻ്റെ സിനിമ ഒരു 10 പൈസ കൊള്ളില്ല. അതിൻ്റെ സത്യമായിട്ട് കുലബന്ധമില്ലാത്ത രീതിയിലുള്ള ഒരു സിനിമയാണ് അത്. അപ്പോൾ ഇപ്പം നമ്മൾ വെച്ച് നോക്കുമ്പോൾ സുകുമാരക്കുറുപ്പ് എവിടെ ചെന്നു, എങ്ങനെ ജീവിച്ചു, എങ്ങനെ മരിച്ചു എന്നുള്ളത് 2 വിധത്തിൽ പറയുന്നുണ്ട്. 2 വിശ്വാസയോഗ്യമായുള്ള കാര്യങ്ങൾ
വന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഒന്നൊരു ചാനലിൽ റിപ്പോർട്ടറായിട്ട് വന്നുള്ള ഒരാൾ ഇതിനെക്കുറിച്ച് ഗഗനമായി ചിന്തിച്ച് ഇതിനെപ്പറ്റി ഒരുപാട് അന്വേഷിച്ച ഒരു വ്യക്തിന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ പറയണത്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ആന്ധ്രാപ്രദേശിലുള്ള ഒരു വ്യക്തി വന്ന് വിശദമായുള്ള കാര്യങ്ങൾ പറയുന്നു. സുകുമാരക്കുറുപ്പ് ഇവിടുന്ന് പോയി അദ്ദേഹം വേഷം മാറി അദ്ദേഹം ശരിക്കും ആന്ധ്രാപ്രദേശിൽ വന്ന് വിജയവാഡ സ്ഥലത്ത് വന്നിട്ട് കൊണ്ടാപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മുടെ സുകുമാരക്കുറുപ്പ് ജീവിച്ചത്. അവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു സ്ഥലത്ത് പോയി വാടകയ്ക്ക് താമസിച്ചു. അതിൻ്റെ അടുത്ത് തന്നെ ഒരു പെണ്ണുണ്ടായിരുന്നു. അവിടെ ഒരു കുടുംബമാണ് താമസിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അയാളും അയാളുടെ 2 കുട്ടികളും അയാളും ഉണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് താമസിച്ച് എന്തുണ്ടായി, അയാളുടെ ഭാര്യയായിട്ട് സുകുമാരക്കുറുപ്പ് ആ വിധത്തിൽ വന്നു. ലാസ്റ്റ് എന്തുണ്ടായി, അയാളെ അവിടുന്ന് തല്ലി ഓടിച്ച് ആ 2 കുട്ടികളെയും അതുപോലെ തന്നെ ഭാര്യനെയും സുകുമാരക്കുറുപ്പ് ഏറ്റെടുത്തു. പിന്നെ സുകുമാരക്കുറുപ്പ് അവിടെ ജീവിച്ചു. ആരറിയാനാ? പോരാ തന്നെ മൂപ്പരിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു വ്യക്തിക്കാണോ അദ്ദേഹത്തിന് ഒരു മേക്ക് ഓവർ ചെയ്യാൻ ബുദ്ധിമുട്ട്? പിന്നെ അന്നത്തെ കാലത്ത് പോലെ ഇന്നിപ്പോൾ എന്തോരം ബംഗാളികൾ കേരളത്തിൽ വന്ന് ജീവിക്കുന്നു, പണിയെടുക്കണം. എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡും അതിൻ്റേതായുള്ള ആധാർ കാർഡും മറ്റുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുക്കും വേണം. എല്ലാ രേഖയും കൊണ്ടാണ് ഇവരെല്ലാവരും കേരളത്തിൽ താമസിക്കുന്നത്. അന്നത്തെ കാലത്ത് എവിടെ നിന്ന് ആധാർ കാർഡ്? ആർക്കും എവിടെ പോയി വേണമെങ്കിലും താമസിക്കാം. ആരും ചോദിക്കില്ല എന്താണ് ഏതാണ് എവിടെ നിന്നാണ് വന്നതെന്നൊന്നും ആരും ചോദിക്കില്ല. അത് സുകുമാരക്കുറുപ്പിന് വലിയൊരു അനുഗ്രഹമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അവിടെ പോയി ആ വിധത്തിലൊരു ഭാര്യനെയും കിട്ടി, 2 കുട്ടികളെയും കിട്ടി. അയാൾ ശരിക്കും പറഞ്ഞാൽ ഈ പെണ്ണ് മുസ്ലിമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളും സുകുമാരക്കുറുപ്പിൻ്റെ പേര് മാറ്റി മൂപ്പരും മുസ്ലിമായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാന്ത് ഭാഷ എന്നാണ് അവിടുത്തെ മൂപ്പരെ പേര്. അത് കഴിഞ്ഞ് അവിടെ അദ്ദേഹം ഭാര്യയും കുട്ടികളൊക്കെ ആയിട്ട് വല്ലവൻ്റെ കുട്ടികളായാലും അവനാൻ്റെ കുട്ടികളായിട്ട് ജീവിച്ച്, അല്ലെങ്കിൽ ഇപ്പോൾ ജയിലിൽ കിടക്കണേലും സുഖമല്ലേ എന്ന് വിചാരിച്ച് അവിടെ ജീവിച്ച് അയാൾ മരിച്ചപ്പോൾ അവിടെ ഒരു മുസ്ലിം പള്ളിയിൽ തന്നെയാണ് അദ്ദേഹത്തിനെ അടക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് വരെ കൊണ്ടുവന്നിട്ട് കാണിച്ചിട്ടാണ് അയാളുടെ ഭാര്യയുടെ കുട്ടികളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ് അതൊക്കെ ഇപ്പോഴും സുകുമാരക്കുറുപ്പിൻ്റെ ഭാര്യ അവിടെ 2 കുട്ടികളും അയാളുടെ അല്ലെങ്കിലും അവരവിടെ ജീവിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ അത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണെന്ന് പറഞ്ഞത്. അവിടെയും സുകുമാരക്കുറുപ്പ് ഒരു കൊല നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖകൾ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് കേസ് നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിനേക്കാളൊക്കെ നമുക്ക് വിശ്വാസയോഗ്യമായുള്ള വേറൊരു കാര്യം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അതിന് തെളിവായിട്ട് ആ ഒരാൾ പറഞ്ഞെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സുകുമാരക്കുറുപ്പ് നമുക്ക് ഏറ്റവും അധികം ആൾക്കാർക്ക് ജീവിക്കാനായിട്ട് ആരും അന്വേഷിക്കാത്ത രീതിയിൽ നമുക്ക് സുരക്ഷിതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റാവുന്ന ഏത് ക്രൈം ചെയ്താലും ഇവിടെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഒരു പോലീസും പിടിക്കാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ ഈ കാശിയിൽ ജില്ല അവിടെ സുഖമായിട്ട് ഒരു സന്യാസിയായിട്ട് അവിടെ ജീവിക്കാം. അവിടെ ഇദ്ദേഹത്തിനെ കണ്ടു, ഇദ്ദേഹത്തിന് അവിടെ സന്യാസിയാണ്, ഇദ്ദേഹത്തിനെ കണ്ട് സംസാരിച്ച ആൾക്കാർ വരെയുണ്ട്. പക്ഷെ വീണ്ടും അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളൊന്നും കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അവിടെ എല്ലാവരും ഒരേപോലെ കാവ്യ വസ്ത്രം എടുത്ത് താടിയും വെച്ച് നടക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ പിടികിട്ടാനാണ്? ജയിലിൽ കിടക്കുന്നതിലും ഭേദമല്ലേ? അങ്ങനെ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇപ്പോഴും അവിടെ സുകുമാരക്കുറുപ്പ് ഒരു സന്യാസിയായിട്ട് ഇപ്പോൾ അവിടെ ജീവിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. 74 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വയസ്സ്, 74-75 വയസ്സ് വലിയ വയസ്സൊന്നുമല്ലല്ലോ. അപ്പോൾ പോലീസിന് എന്നിട്ടും പിടുത്തം കിട്ടിയില്ല. ഇപ്പോൾ ഇത് അന്നത്തെ അന്വേഷിച്ച DSP, SI, അതിൻ്റെ മുകളിൽ ഉദ്യോഗസ്ഥന്മാരൊക്കെ പെൻഷനായി. അവരൊക്കെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, സുകുമാരക്കുറുപ്പ് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാലും അവർ ഈ അന്വേഷണം ഒരിക്കലും ഫോറിൻ രാജ്യത്തേക്ക്, വിദേശ രാജ്യത്തേക്ക് പോയിട്ടില്ല. ഒരാളും പോയി അന്വേഷിച്ചിട്ടില്ല വിദേശ രാജ്യത്ത്. പക്ഷേ വിദേശ രാജ്യത്ത് പോകാത്തതിൻ്റെ കാരണം എന്താ? വിദേശത്തേക്ക് കടക്കാനായിട്ട് യാതൊരു വഴിയില്ലാത്ത കാരണമാണ് വിദേശത്ത് കടക്കാത്തത്. പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ അരിച്ച് പറക്കാനായിട്ട് പറ്റില്ല. ആന്ധ്രയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അരിച്ച് പറക്കാമെന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നടക്കില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫോണില്ല, ഒരു CCTV ഇല്ല, ഒരു ആധാർ കാർഡില്ല, ഒരു ഐഡൻറ്റിറ്റി കാർഡില്ല. ആർക്കും എവിടെ വേണമെങ്കിലും ചെന്ന് ഒരു കുടിലും കെട്ടി വേണമെങ്കിൽ താമസിക്കാം. ആരും ചോദിക്കില്ല എന്താണെന്നുള്ളത്. അവിടെ വല്ല കേസിലും പെടാണ്ടിരുന്നാൽ മതി. അതിൽ പെട്ടപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം വന്നിട്ട് ഇദ്ദേഹം ആന്ധ്രയിലുണ്ടെന്നുള്ളത് മനസ്സിലായത്. അതോടുകൂടി ഇദ്ദേഹം അവിടെ മരിച്ചു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇനി മറ്റുള്ള സ്ഥലത്ത് മൂപ്പര് ഒരു സന്യാസിയായിട്ട് ജീവിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നവരുണ്ട്.
അപ്പോൾ എന്തായാലും കേരള ഗവൺമെൻറ്റിൻ്റെ അതുപോലെ കേരള പോലീസിൻ്റെ അഭിമാനം കാക്കാനായിട്ട് സുകുമാരക്കുറുപ്പിൻ്റെ ഇപ്പോഴും കാണാമറയത്തിരിക്കുന്ന സുകുമാരക്കുറുപ്പിനെ പിടിച്ചാൽ മാത്രമാണ് നിങ്ങളുടെ കേരള പോലീസിൻ്റെ ആ കറുത്ത ആ പുള്ളി മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സുകുമാരക്കുറുപ്പ് ഒഴുക്കായിട്ട് മരിച്ചുപോയി എന്ന് പറഞ്ഞുകൊണ്ടൊന്നും കഥ അവിടെ അവസാനിക്കുന്നില്ല. സുകുമാരക്കുറുപ്പ് മരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ ബോഡി, എവിടെ ആയിരുന്നു, എന്താണെന്ന് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് അറിയാനുണ്ട്. പക്ഷെ അതൊന്നും അറിയാണ്ട് വെറുതെ സുകുമാരക്കുറുപ്പ് മരിച്ചു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല. ഒന്നുമില്ലെങ്കിൽ സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, കാണാമറിയത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിക്കണമെങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ കയ്യിൽ പെടട്ടെ. ഇപ്പോൾ ഓരോരുത്തരും മൊബൈൽ ഫോണും CCTV എല്ലാം വന്നിരിക്കുന്നു, പെടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. ഇനി മൂന്നാമത്തെ ഒരു സിനിമ സുകുമാരക്കുറുപ്പിൻ്റെ കഥ വീണ്ടും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ.